ഹായ് ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് 27-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് എല്ലാവർക്കും നോക്കുമ്പോൾ വലിയ പ്രത്യേകത കാണത്തില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് വൈകിട്ടത്തേന്ന് വെച്ചാൽ വൈകുന്നേരം 5:30 ഷോയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കെന്നാ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് എമ്പുരാനോടെ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് ആ സിനിമയെന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം പോയി കണ്ടിട്ട് വരാം. പിന്നെ നിങ്ങളൊക്കെ എമ്പുരാൻ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമൻറ്റൂടെ പറയണം. അപ്പം നമുക്കിപ്പോൾ രാവിലെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഒരുങ്ങി എമ്പുരാൻ കാണാൻ പോവാം. അപ്പം പോയി ഫുഡ് കഴിക്കാം. അതിടിയപ്പം എടുത്തോണ്ടോ? വയറെ കൂട്ടുന്നതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇച്ച ആശുപത്രി വരെ ഒന്ന് പോയി. അപ്പോൾ ഞാൻ ഓർത്തു പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ചെയ്യാനൊന്നും ഇല്ല. അപ്പം കുറച്ച് തുണി വാഷിംഗ് മെഷീനകത്ത് ഇടാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് തുണി എടുത്ത് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് വന്ന് ബാക്കി സംസാരിക്കാം. തുണിയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മരുന്നുകൾ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഡേറ്റ് കഴിഞ്ഞു. കുറേയൊക്കെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ട് അങ്ങനെ കിടക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേറ്റ് കഴിഞ്ഞൊക്കെ മാറ്റിയിട്ട് ഇതുണ്ടോ ഇതുപോലെ ഒരു പൗച്ചിനകത്തിട്ട് ഞാൻ വെക്കുന്നത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഞാനിങ്ങനെ മരുന്നുകളാണ് വെച്ചേക്കുന്നത്. ഗ്യാസിൻ്റെ, പാരസെറ്റാമോളോ, അങ്ങനെ വേദനയുടെ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ആ മരുന്നൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് എക്സ്പയറി നോക്കി എല്ലാം ഒന്ന് കറക്റ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ പണിയിലേക്ക് പോകാം. പോടാ കടക്കൊണ്ടൊക്കെ പോയി അത് കിടന്നു. മതി. കൊഞ്ചേ മതി. ഞാൻ പോയിട്ട് തുണി കഴിക്കട്ടെ.
മൊത്തം ചെളിയും കരിയും മുറിവും. എണ്ണ കിടപ്പാ. നല്ല കാറ്റ്. ഒരു മൈക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴത് യൂസ് ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ട് വീഡിയോയ്ക്ക് സൗണ്ട് കാണത്തില്ല. അപ്പോൾ നമ്മുടെ മരുന്നൊക്കെ എല്ലാം മാറ്റി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡേറ്റ് കഴിഞ്ഞതുണ്ട്. അത് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു നോക്കാം, അവരത് തിരിച്ചെടുക്കുമെന്ന്. ബില്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെടുക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത പണി എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ മുറിക്കാവൊന്ന് അടിച്ച് വരാമെന്നതാണ്. മുറിക്കാവുന്ന അടിച്ച് വരണം. നമ്മളുടെ മെയിൻ ഇന്നത്തെ ദിവസത്തിലെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ടാണ് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതൊക്കെ താൽക്കാലിക പരിപാടികളാണ്. അപ്പോൾ ഞാൻ ചൂലും അടിച്ചു വാരി ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടിച്ചു വാരിട്ട് വരാം. മിക്കപ്പോഴും തൂക്കുന്നതായതുകൊണ്ട് വലിയ പൊടിയില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാനുള്ളതേ ഉള്ളൂ. ലുക്ക്, ഇതൊരു പെണ്ണെട്ടുകാലിയാണെന്ന് തോന്നുന്നു. ചാടലും മോനെ, അത് മാത്രം എനിക്ക് യെസ് ഡൺ. പൊളിഞ്ഞ് വീഴാൻ തൂക്കം. വലിയ പൊടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൂത്തുവിടുന്ന പൊടിയേ ഉള്ളൂ. ഞാൻ ഇച്ചിരി നേരം കിടന്ന് കഴിച്ചു. ഫോൺ ഒട്ടും ചാർജില്ല. അപ്പോൾ അത് ചാർജാകുന്ന സമയത്ത് ഞാനും കുറച്ച് ചാർജ് ആകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ്. കാരണം ചോറുണ്ടെന്നതിൻ്റെ മുന്നേ നമ്മൾ കിടക്കാവുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ചോറുണ്ട് കഴിഞ്ഞ് നമ്മൾ കിടന്നു കഴിയുമ്പോഴത്തേനും നമുക്കിപ്പോൾ വയറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡ് നമ്മൾ തിരിച്ച് മേളോട്ട് കയറി വരാനും ആസിഡ് റിഫ്ലക്സ് ഉണ്ടായാലും നെഞ്ചരിച്ചിലൊക്കെ ഇത് കാരണങ്ങളാവും. അതുകൊണ്ട് ചോറുണ്ണതിൻ്റെ മുന്നേ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം നിങ്ങളും വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് കാണാം.
ചൂണ്ടിയും കയറി കിടന്നു ഗൈസ്. ഞാനിച്ചിരി ചോറുണ്ണാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് പയറും കാട വെച്ചതുണ്ട്, കപ്ലങ്ങാത്തോനുണ്ട്, ഞാൻ എടുക്കുന്നില്ല. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട്, അച്ചിങ്ങയുണ്ട്, ഇച്ചിരി മീൻ വറുത്തതുണ്ട്, മോരുണ്ട്. ഇത് ചക്ക വേവിച്ചതാണ്, പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് ചക്ക വേവിച്ചതുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഹാവ് ലഞ്ച്. ഞാൻ ഇച്ചിരി മാങ്ങാച്ചാറ് കൊടുത്തു. എല്ലാത്തിനും കുറച്ചെടുത്ത് ഇളക്കാം. ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ കഴിക്കുന്നത്? കറി എല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഉരുളയാക്കി കഴിക്കും. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ചമ്മന്തിയും പയറും അച്ചാറും ഒക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇന്നത്തെ ഇങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് അത് കറിയുടെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. കപ്ലങ്ങ ഞാൻ എടുത്തില്ല, കപ്ലങ്ങ കഴിക്കാൻ മേലല്ലോ. അമ്മാമ്മ കഴിച്ചു, മമ്മി കഴിച്ചില്ല. മമ്മി അലപ്പാണ്. ഞാൻ വിശന്നപ്പോൾ കഴിച്ചേക്കാന്ന് വെച്ചു. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചോറാദ്യം വായി വെച്ചിട്ട് പിന്നെ ഓരോ കറികളെടുത്ത് വെക്കുന്നത് എനിക്കതിനിഷ്ടം. ഞാനെല്ലാം കൂടെ ഇങ്ങനെ ഇപ്പോൾ ഒരു വാ ചോറാണെങ്കിൽ ആ ഒരു വാ ചോറിലോട്ട് അതിനനുസരിച്ചുള്ള കറി ഇളക്കിയിട്ട് കഴിക്കും. എൻ്റെ അനിയത്തി ഏറ്റവും ഇളയ അനിയത്തിയാണെങ്കിൽ മൊത്തം ചോറിലോട്ട് മൊത്തം കറികൾ ഇളക്കിയിട്ട് വെക്കും, അങ്ങനെ കഴിക്കും. അതും എനിക്കിഷ്ടമില്ല. അങ്ങനെ ഓരോ വായിൽ കറി ഇളക്കിയിട്ട് കഴിക്കും. നിങ്ങളെങ്ങനെ കഴിക്കുന്നത്? അപ്പം ഞാൻ ചോറിനിടട്ടെ, അത് കഴിയുമ്പോൾ കാണാം. അത് പോയി തിന്നെ. ഇവിടെ വാ, തിന്നു പോയി. അവിടെ എന്നാ തിന്നേ. കാക്ക വെയിറ്റിംഗ്. ഞാൻ നീ നോക്കുന്നേ. തൂക്കാണ്ട് കിടക്കുവാണ് അവൻ്റെ ഒരു തൂപ്പ് എപ്പോഴും. അടി തിന്നത് ദഹിക്കും. ഞാൻ കാണുന്നു ചവിട്ടി ചവിട്ടി. മതി എന്താ കാക്ക. കിടന്നോ?
എൻ്റെ കൂടെ നടക്കുന്നതായിരിക്കും എനിക്ക് ഇഷ്ടമല്ലേ, എൻ്റെ പുറകെ നടക്കുന്നതിലും. അതിനെ കിടന്നു, ഞാൻ കയറി പോവാ. അങ്ങനെ നമ്മുടെ സിനിമയ്ക്ക് പോകാനുള്ള ടൈം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു 4-4:30 ആയി ഇപ്പം. അപ്പം പോയി കുളിച്ചിട്ട് ഇനി ഫിലിമിന് പോകാനായിട്ട് റെഡിയാകാം. ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ, അല്ലേ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് കാണാം. നമ്മൾ പോകുന്നത് ധന്യാരമ്യയിലാണ്. നല്ല തണുപ്പാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ധന്യാരമ്യ കയറിയിട്ട് അയ്യോ കിടുകിടാന്ന് പറയുന്ന തണുപ്പായിരുന്നു, AC ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള കൈയുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു, അറിയത്തില്ല എന്തിടുമെന്ന്. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വരട്ടെ. ഓക്കെ, ഇറങ്ങി ഗൈസ്. ഞങ്ങളിനി നമ്മളൊരു കസിനെ കൂടെ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നമ്മളെത്തി. ഞാനൊരു ബ്ലോഗ് ഇവിടെയല്ലേ? ഓ, ഇവിടുത്തെ തിരക്ക് നോക്കി. ഇതായിരിക്കും. ലേബലോട് കൂടിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതും കച്ചവടം നടത്തുന്നതും ശിക്ഷാർഹമാണ്. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം. അങ്ങനെ ഞങ്ങൾ പടം കണ്ടിറങ്ങി ഗൈസ്. നല്ല ഇരുട്ടത്താണ് ഇരിക്കുന്നത്. നമ്മൾ ലൂസിഫർ എമ്പുരാനൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കുറേ നേരമൊക്കെ വെറുതെ TV ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞ്. എമ്പുരാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. എനിക്ക് അത്ര വലിയ ഇതങ്ങനെയായിട്ടും തോന്നിയില്ല. എന്താ കണ്ടിരിക്കാൻ കൊള്ളാം. ഡയറക്ഷനൊക്കെ നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുമൊക്കെ നല്ലതാണ്. സ്റ്റോറി അത്ര കാര്യമായിട്ട് തോന്നിയില്ല. എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.